ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടത്. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഞാനിവിടെ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള തേങ്ങാരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങയിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, നല്ല ജീരകം, കുറച്ച് കടുകും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഒഴിച്ച ശേഷം ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ടിയുള്ള തൈരൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടോടുന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലെ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്